الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. മരണം ഒരു അനുഭവമാണ്. ജീവിതം ആസ്വദിക്കുന്നത് പോലെ തന്നെ മരണത്തെയും നാം ഓരോരുത്തരും ആസ്വദിക്കുമെന്നതാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണർത്തുന്നതായി കാണാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ദേഹവും ഏതൊരു ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകൾ അവരെ മരിപ്പിക്കാൻ നേരമാകുമ്പോൾ ആ സമയത്ത് വന്ന് അവന്റെ റൂഹിനെ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്നാണ്.
ആ സമയത്തിൽ നിന്നും ഒരു നിമിഷം പോലും അള്ളാഹു മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ആ മരണം അടുത്തു കഴിഞ്ഞാൽ മരണത്തിന്റെ വേളയിൽ ഓരോ മനുഷ്യനും മരണത്തിന്റെ വേദന അനുഭവിക്കുന്നതാണ്. അതിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. വജാഅത് സഖറത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ 19-ാമത്തെ വചനം. മരണവെപ്രാളം അത് യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. എന്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ മരണം. അപ്പൊ മരണത്തിന് വെപ്രാളമുണ്ട്, അതിന് വേദനയുണ്ട്, സഹിക്കുന്നതിനും അപ്പുറമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മൗത ഫസഉൻ. മരണം ഭീതിജനകമാണ്. മരണം എന്നത് ആ മരണപ്പെടുന്ന വ്യക്തി അനുഭവിക്കുന്ന ആ സമയം അത് ഭയാനകമാണ്, ഭീതിജനകമാണ്, വേദനിക്കുന്ന സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വേദനയാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ മരണപ്രാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകന് പോലും സാധിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകന്റെ മരണത്തിന്റെ സമയത്ത് തോൽപാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്ക് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പ്രവേശിപ്പിച്ച് അതുകൊണ്ട് ഇടക്കിടക്ക് പ്രവാചകൻ തടവുമായിരുന്നു എന്നാണ്. ആ പ്രയാസം കാരണം. എന്നിട്ട് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗതി സകറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല, മരണത്തിന് സഹിക്കുവാൻ കഴിയാത്ത വേദനയുണ്ട് എന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അത് എല്ലാവരും ആ മരണവെപ്രാളം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇനി മാത്രമല്ല, മരണം രണ്ട് രീതിയിലാണ്. നല്ല മനുഷ്യരുടെ മരണം, അതുപോലെ ചീത്തയായ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകളുടെ മരണം. ഈ രണ്ടാളുടെയും മരണം വ്യത്യസ്തമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യരുടെ മരണത്തെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ റജുലിൻ മിൻ അൻസാരി. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻസാരികളിൽപ്പെട്ട ഒരാളുടെ ജനാസയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു. ആ സമയം ഫൻതഹീനാ ഇലൽ ഖബ്രി വലമ്മാ യുൻഹദു. ഖബർ കുഴിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അതിന്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പണി പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പ്രവാചകനും ഞങ്ങളും അവിടെ ഇരിക്കുകയുണ്ടായി. അല്പനേരം ഇരുന്നു. ഫജലസ്നാ ഹൗലഹു കഅന്ന അലാ റൂസിനാ തീർ. തലയിൽ ഒരു പക്ഷി ഇരിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മതയോടെ ഇരിക്കുമോ അതുപോലെ നിശബ്ദമായി ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചുറ്റും ഇരുന്നു.
ഒരു പക്ഷി ഇരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ അത്രയും അച്ചടക്കത്തോടു കൂടി പ്രവാചകന്റെ കൂടെ അവൻ ഇരുന്നു എന്നാണ്. എന്നിട്ട് മാത്രമല്ല വഫീ യദിഹി ഊദുൻ യുനക്കതു ബിഹി ഫിൽ അർദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പ് കൊണ്ട് ആ ഭൂമിയിൽ ഒരു ചെറിയ അടി അടിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തല ഉയർത്തിക്കൊണ്ട് ഞങ്ങളോടായി പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കുക. മർറതാനി ഔ സലാസൻ. പ്രവാചകൻ ഇത് 2 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ഇസ്തഈനു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കുക എന്ന് പ്രവാചകൻ 3 തവണ അവരോട് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ഖാല ഇന്നൽ അബ്ദൽ മുഅ്മിന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇ മിന ദുനിയ. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ ഐഹിക ജീവിതത്തിന്റെ അന്ത്യവും പാരത്രിക ജീവിതത്തിന്റെ ആരംഭവും അതായിക്കഴിഞ്ഞാൽ وإقبال من الآخر نزل إليه من السماء ملائكة بيض الوجوه كأن وجوههم الشمس. സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന വെളുത്ത മുഖമുള്ള മാലാഖമാർ സ്വർഗീയമായ കഫംപുടകളുമായി, ആ സ്വർഗീയമായ സുഗന്ധങ്ങളുമായി തന്റെ കണ്ണെത്താ ദൂരം വരെ നിറഞ്ഞു നിൽക്കുന്നവനായി ആകാശത്തു നിന്നും ഇറങ്ങി വരുമെന്നാണ്. ثم يجيء ملك الموت حتى يجلس عند رأسي فيقول. പിന്നീട് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവന്റെ തലയുടെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് പറയും, അത്വയ്യിബ, ശാന്തമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ മഅഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും നീ ഇറങ്ങി വരിക. ഖാല ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്സഖാഹി ഫയഖുദുഹാ. അങ്ങനെ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ സ്വീകരിക്കുകയും പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധം പൂശി അയാളെ فإذا أخذها لم يدعها في يده طرفة عين حتى يأخذها فيجعلها في ذلك الكفن وفي ذلك الهنوت ويخرج منها كأسعيت نفحة مسك. അങ്ങനെ സ്വർഗത്തിലെ കഫം പുടവുമായി അവനെ പൊതിയുകയും അതിൽ നിന്നും ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിമളമുള്ള മിസ്ക്, ഏറ്റവും പരിമളമുള്ള കസ്തൂരിയെ പോലെയുള്ളതിൽ നിന്നും അങ്ങനെയുള്ള ആ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നതാണ്. ആ നല്ല മനുഷ്യന്റെ മരണസമയത്ത്, ആ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഖാല ويصعدون بها فلا يمرون يعني بها على ملائ من الملائكة إلا قالوا ما هذه الروح الطيبة. അങ്ങനെ അവയുമായി ആകാശ ലോകത്തേക്ക് അവർ കയറി പോകുമ്പോൾ ആ റൂഹിനെ പിടിച്ച് ആ റൂഹിനെ സ്വർഗീയമായ കഫംകുടയിൽ പൊതിഞ്ഞ് സ്വർഗീയമായ കസ്തൂരിയെക്കാളും ഭൂമിയുള്ള കസ്തൂരിയെക്കാളും സുഗന്ധമുള്ള സ്വർഗീയമായ കസ്തൂരി കൊണ്ടുള്ള ആ ഒരു സുഗന്ധം, ആ സുഗന്ധപൂരിതമായ ആ കഫം പുടവ് കൊണ്ട് പൊതിഞ്ഞിട്ട്
അവന്റെ റൂഹിനെ കൊണ്ട് വാനലോകത്തേക്ക് അവർ കയറിപ്പോകും. ആ കയറിപ്പോകുന്ന സമയം ആ വഴിക്ക് വെച്ച് കാണുന്ന മലക്കുകൾ മുഴുവൻ അവരോട് ചോദിക്കും. ആ വഴിയിൽ കാണുന്ന ഓരോ മലക്കുകളും ചോദിക്കുകയാണ്, ഈ തൊയ്യിബായ ഈ നല്ല ആത്മാവ് ആരുടേതാണ്? അപ്പോ ആ മലക്കുകൾ പറയും, ഫയഖൂലൂന ഫുലാൻ ബിൻ ഫുലാൻ, ഇന്നവന്റെ മകന്റെ ആത്മാവാണ്, ഇന്ന വ്യക്തിയുടെ മകന്റെ ആത്മാവാണിത്. ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയാ, ഇഹലോകത്ത് വെച്ച് അവനെ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പേര് കൊണ്ട് ആ ആത്മാവിനെ അവർ അഭിസംബോധന ചെയ്യും. അതുകൊണ്ടാണ് മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം എന്ന് പറയുന്നത്, അർത്ഥമുള്ള നല്ല പേര്. പലപ്പോഴും ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ പേരിടുമ്പോൾ അർത്ഥമുണ്ടോ, നല്ല പേരാണോ എന്ന് നോക്കൂല. വിളിക്കാൻ നല്ല ഭംഗിയുള്ള രസമുള്ള പേരാണ്, പക്ഷെ അതിന്റെ അർത്ഥം നോക്കുമ്പോൾ എന്തെങ്കിലും ദുഷിച്ച അർത്ഥങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ പേരിടുമ്പോൾ നല്ല മാനയുള്ള നല്ല അർത്ഥമുള്ള പേരായിരിക്കണം നമ്മൾ ഇടേണ്ടത്. കാരണം നാളെ വാനലോകത്തേക്ക് റൂഹുമായി കയറി പോകുമ്പോൾ അവനെ ഏറ്റവും നല്ല പേര് കൊണ്ടാണ്, ഭൂമിയിൽ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പേര് കൊണ്ടാണ് മലക്കുകൾ അവനെ അഭിസംബോധന ചെയ്യുന്നത് എന്നതാണ്. എന്നിട്ടോ ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയാ ഫയസ്തഫ്തിഹൂന ലഹു ഫയഫ്തഹു ലഹു, അങ്ങനെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആകാശത്തേക്ക് കയറിപ്പോവുകയും അത് തുറക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അത് തുറക്കപ്പെടുകയും ചെയ്യും. അത് തുറക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ആകാശത്തിലേക്കും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ അടുത്തുനിന്ന ആകാശത്തിലേക്ക് അതിനെ അനുഗമിക്കുകയും 7 ആകാശങ്ങളെയും കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ഓരോ ആകാശത്തിലേക്കും അതിനെ അള്ളാഹുലേക്ക് സാമീപ്യമുള്ള മലക്കുകൾ വന്നിട്ട് അതിനെ എന്ത് ചെയ്യും? ആകാശത്തിലേക്ക്, ഓരോ ആകാശത്തിലേക്കും അതിനെ അനുഗമിച്ചു കൊണ്ടുപോകും. അവരുടെ അകമ്പടിയോടി ആയിരിക്കും ആ റൂഹ് അങ്ങനെ കയറി പോകുന്നത്. ഈ കാര്യം തന്നെ 7 ആകാശം വരെ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകും. അപ്പോൾ അള്ളാഹു വിളിച്ചു പറയുകയാണ്, ഫയഖൂലു അസ്സ വജല്ല, അള്ളാഹു ആ സമയം വിളിച്ചു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലീൻ, എന്റെ അടിമയുടെ രേഖകൾ ഇല്ലീനിൽ രേഖപ്പെടുത്തുകയും എന്നിട്ട് വഅഈദുഹു ഇലൽ അർള്, അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കുകയും ചെയ്യണം. ആ ആത്മാവിനെ അവിടെ 7 ആകാശത്ത് ഇല്ലീനിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ആ ആത്മാവിനെ ഭൂമിയിലേക്ക് തന്നെ മടക്കി അയക്കണം. ഫഇന്നീ മിൻഹാ ഖലഖ്നഹും, കാരണം എന്താണ്? ഞാൻ അവനെ അവിടെ നിന്നാണ് സൃഷ്ടിച്ചത്. വഫീഹാ ഉഈദുഹും, അതിലേക്ക് തന്നെ ഞാൻ അവനെ മടക്കുകയും പിന്നീട് വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റ, പിന്നീട് ഒരിക്കൽ കൂടി നാം അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് ആ നല്ല മനുഷ്യൻ മരണപ്പെട്ട് അവന്റെ റൂഹുമായി വാനലോകത്തേക്ക് മലക്കുകൾ കൊണ്ടുപോയി അവിടെ ഇല്ലീനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ റൂഹിനെ ഭൂമിയിലേക്ക്, അവന്റെ ഖബറിലേക്ക് തന്നെ അള്ളാഹു മടക്കി അയക്കുകയാണ്. എന്നിട്ട് ഖിയാമത്ത് നാളിന് ശേഷം ആ ഖിയാമത്ത് നാളാകുമ്പോൾ അവിടെ നിന്ന് അള്ളാഹു അവനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല ഖാല ഫതുആദു റൂഹുഹു, അങ്ങനെ അവന്റെ ശരീരത്തിലേക്ക് തന്നെ ആത്മാവിനെ മടക്കുകയാണ്. ആ മടക്കി കഴിഞ്ഞാൽ ഫയഹ്തീഹി മലകാനി, ആ സമയം 2 മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ അരികിൽ നിന്നുകൊണ്ട് പറയും, അവന്റെ ആ മലക്കുകൾ ആ റൂഹിനെ ഖബറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 2 മലക്കുകൾ അവന്റെ ആ ആത്മാവിന്റെ അരികിൽ ഇരിക്കുകയും എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഫയഖൂലൂന ലഹു, അവനോട് ചോദിക്കും, മൻ റബ്ബുക,
ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന് ചോദിക്കും. ആ സമയത്ത് ആ നല്ല ആത്മാവ് പറയും, ഫയഖൂലു റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയും. അത് കേവലം പേരുകൊണ്ട് മുസ്ലിമായ, പേരുകൊണ്ട് ഇസ്ലാമികമായ പേരുള്ള ഒരാൾക്ക് കിട്ടുന്ന ആൻസർ അല്ല. എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് കാണാതെ പഠിച്ചവർക്കും കിട്ടുന്നതല്ല. അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിരുത്തി പഠിക്കുകയും മനസ്സിലാക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് തൗഹീദ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിനെ മാത്രം ബലമേൽപ്പിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. അല്ലാത്തവർക്ക് ആ ആൻസർ കിട്ടൂല. ആരാണ് റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കിട്ടണമെങ്കിൽ, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയാൻ കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ലഭിക്കുകയുള്ളൂ ആ ഉത്തരം. ഇതിന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്, നിന്റെ മതം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ദീനുൽ ഇസ്ലാം, ഇസ്ലാം ദീനി, എന്റെ മതം ഇസ്ലാമാണ് എന്ന് അവൻ പറയും. അതും പറയാൻ കിട്ടണമെങ്കിൽ ഇസ്ലാമികമായ വിശ്വാസങ്ങളും ഇസ്ലാമികമായ കർമ്മവും ആചാരങ്ങളും അനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. അല്ലാത്തവൻക്കും ആ ആൻസറിലേക്ക് കിട്ടുകയില്ല. അവൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടത് കിട്ടുകയില്ല, മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ടത് ലഭിക്കുകയില്ല. മൂന്നാമത്തെ ചോദ്യം, ഫയഖൂലാനി, അവിടെ ചോദിക്കുകയും ഫയഖൂലാനി ലഹു, ആ മലക്കുകൾ ചോദിക്കുകയാണ്, മാ ഹാദർ റജുലുല്ലദീ ബഅസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനെ കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ആത്മാവ്, ആ നല്ല മനുഷ്യനായ ആ ആത്മാവ് പറയുകയാണ്, ഫയഖൂൽ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവൻ മറുപടി പറയും, അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. ആരാണ് ഈ നിന്നിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം അല്ലാഹുവിന്റെ റസൂലാണ് അദ്ദേഹം എന്ന് പറയണമെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ജീവിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് മുറുകെ പിടിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് പ്രവാചകൻ കൊണ്ടുവന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും അത് ഒഴിവാക്കപ്പെടാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യം മുഴുവനും അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിനുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ എന്നാണ്. മാത്രമല്ല അടുത്ത ചോദ്യം, ഫയഖൂലാനി ലഹു വമാ ഇൽമുക, അവർ രണ്ടുപേരും, ആ മലക്കുകൾ രണ്ടുപേരും അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ അറിവെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഫയഖൂലു ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ വേദഗ്രന്ഥം, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഞാൻ വിശ്വസിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ് എന്റെ ഇൽമ്, എന്റെ അറിവതാണ്. ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് എന്റെ ജീവിതം, അതിനെ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അതിലൊരു അബദ്ധവുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ് ഞാനെന്ന്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ് ഞാനെന്ന്, ആ പരിശുദ്ധ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ നാളെ ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ ഇൽമ് എന്താണ്, അല്ലെങ്കിൽ നിന്റെ ഇമാം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഖുർആനാണ് എന്റെ ഇമാം, എന്റെ ഇൽമ് ഖുർആനാണ്, എന്റെ അറിവ് ഖുർആനാണ് എന്ന് പറയാൻ നമുക്ക് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ അതിന്റെ ആളുകളായി മാറാൻ സാധിക്കണം. അത് നിരന്തരം പഠിക്കുന്നവരും വായിക്കുന്നവരും അതിന്റെ ഉള്ളടക്കത്തിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും സാധിക്കുന്നവനായിരിക്കണം. എന്നിട്ട് മാത്രമല്ല, ഫയുനാദി മുനാദി മിനസ് സമാഇ,
അൻ ഖദ് സദ്ദഖ, അപ്പോൾ ആകാശത്തു നിന്നും വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുകയാണ്, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലേ, അള്ളാഹു വിളിച്ചു പറയും ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ദീൻ ഏതാണെന്ന് ചോദിച്ചപ്പോ ഇസ്ലാമാണ് ദീനെന്നും, റബ്ബാരാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവാണ് റബ്ബെന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും, എന്താണ് അറിവ് അല്ലെങ്കിൽ ഇമാം എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ അറിവ് ഖുർആനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അള്ളാഹു പറയുകയാണ്, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്, അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വർഗീയമായ ഒരു വിരി അവന് വിരിച്ചു കൊടുക്കാൻ പറയും. മാത്രമല്ല സ്വർഗീയമായ ഉടയാടകൾ ധരിപ്പിക്കാൻ പറയും. സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുവാനും പറയും. ഖബറിൽ നിന്ന് തന്നെ സ്വർഗീയമായ ഉടയാടകൾ, സ്വർഗീയമായ വസ്ത്രം, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അവന് ഖബറിലേക്ക് തന്നെ തുറന്നു കൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഖാല ഫയംതീഹി മിൻ റൂഹിഹാ വതീബിഹാ വയുഫ്സിഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി. അങ്ങനെ അതിൽ നിന്ന് അതിന്റെ ആ സ്വർഗീയമായ വസന്തം, അതിന്റെ പരിമളം ആ ഖബറിലേക്ക് ഇങ്ങനെ അവനിലേക്ക് വന്നെത്തുമെന്നാണ്. കണ്ണെത്താ ദൂരത്തേക്ക് ആ ഖബറിനെ വിശാലമാക്കുകയും ചെയ്യും. ഖബറിനെ നമ്മൾ കാണുന്ന ഖബറല്ല, നമ്മൾ കാണുമ്പോ 6 അടി ആഴത്തുള്ള ഖബർ, ആ ഖബറിനെ അത് മൂടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണെത്താത്ത ദൂരത്തിൽ അതിനെ വിശാലമാക്കും. നല്ല ആളുടെ ഖബറുകൾ, ചീത്തയാളുടെ ഖബറുകൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. അത് ഇതുപോലെയല്ല, ഭയാനകമാണ്. നല്ല ആളുകളുടെ ഖബറുകളെ സ്വർഗീയമായ വസന്തങ്ങൾ അതിലേക്ക് വരും, സ്വർഗീയമായ ഉടയാടകൾ, ആ സ്വർഗീയമായ ആനന്ദങ്ങളെല്ലാം അതിന്റെ കവാടങ്ങൾ അതിലേക്ക് തുറന്നു കൊടുക്കും. എന്നിട്ട് കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഖാല ഫയംതീ റജുലു ഹസനുൽ വജ്ഹി ഹസനുൽ സിയാബ് ത്വയ്യിബിർ റീഹ്, നന്നായി വസ്ത്രമണിഞ്ഞ് സുമുഖനായ ഒരു പരിമളം വീശി അവിടേക്ക് കടന്നു വരുന്ന ഒരാൾ, നന്നായി വസ്ത്രമണിഞ്ഞ് സുമുഖനായ ഒരാൾ പരിമളം വീശി ആ ഖബറിലേക്ക് ഇങ്ങനെ വരികയാണ്. ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ, ആ ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യൻ ചോദിക്കും, ഫൗബശ്ശിറു ബില്ലദീ യസ്റുക, സന്തോഷിച്ചു കൊള്ളുക, ആനന്ദകരമായതെല്ലാം താങ്കൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ഖബറിലേക്ക് വന്ന ആ വ്യക്തി പറയുകയാണ്, നല്ല സുമുഖനായ നന്നായി വസ്ത്രമണിഞ്ഞ പരിമളം വീശുന്ന ആ രൂപത്തിൽ വന്ന വ്യക്തി ആ ഖബറിൽ കിടക്കുന്നവനോട് പറയുകയാണ്, സന്തോഷിച്ചു കൊള്ളുക, ആനന്ദകരമായതെല്ലാം താങ്കൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് അദ്ദേഹത്തോട് പറയും. ഫയഖൂലു ലഹു, അത് പറയുമ്പോൾ ഈ മനുഷ്യൻ ആ പറയുന്ന ആളോട് ചോദിക്കുകയാണ്, മൻ അൻത, ആരാണ് താങ്കൾ, താങ്കൾ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹി യജീഹു ബിൽ ഖൈർ, നന്മകൾ കൊണ്ടുവരുന്ന മുഖമുള്ളവനെ താങ്കൾ ആരാണ് എന്ന് അയാളോട് ആ വന്ന ആളോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഫയഖൂലു അന അമലുക സ്സാലിഹ്, ഞാൻ താങ്കളുടെ സൽക്കർമ്മങ്ങളാണ്, താങ്കൾ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, നന്മകൾ, ഹസനാത്തുകൾ, അതാണ് ഞാനെന്ന് ആ മനുഷ്യനോട് അവിടെ നിന്ന് പറയപ്പെടും. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ആ ഖബറിൽ കിടക്കുന്ന നല്ല ആത്മാവിന്റെ ആ മനുഷ്യൻ പറയുകയാണ്, ഫയഖൂലു റബ്ബി അഖ്മിസ് സാഅ, റബ്ബി അഖ്മിസ് സാഅ. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയും, രക്ഷിതാവേ, ആ ഖിയാമത്ത് നാൾ ഒന്ന് വേഗത്തിലാക്കിയാലും, ആ ഖിയാമത്ത് നാൾ ഒന്ന് വേഗത്തിലാക്കിയാലും, കാരണം
ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്കെന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും തിരിച്ചു ചെന്ന് സുഖമായി ജീവിക്കാമല്ലോ എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറയുമെന്നാണ്. ഇതിനൊക്കെ ആ ഖബറിൽ തന്നെ സ്വർഗീയമായ ആനന്ദങ്ങൾ നുകരുന്ന ആ മനുഷ്യൻ ഖിയാമത്ത് നാൾ വേഗത്തിലാക്കാൻ വേണ്ടി അല്ലാഹുവിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക്, ആ സ്വർഗീയമായ സുഖ സൗകര്യങ്ങളിലേക്ക്, അതിലേക്ക് വേഗത്തിലെത്തുവാൻ അവിടെ പോയി ആനന്ദങ്ങൾ, ആ സ്വർഗത്തിലെ കുടുംബത്തോടൊപ്പം, ആ സ്വർഗത്തിലെ സമ്പത്തിനോടൊപ്പം, അതിനോടൊപ്പം സുഖമായി ജീവിക്കാൻ വേണ്ടി അദ്ദേഹം തിരക്ക് കൂട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതാണ് നല്ലൊരു മനുഷ്യന്റെ ആത്മാവിനെ പിടികൂടി കഴിഞ്ഞാൽ അയാൾക്ക് ഖബറിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നല്ല മരണം വരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഖബറിൽ സ്വർഗീയമായ അനുഭൂതികൾ ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇഹലോക ജീവിതത്തിൽ താന്തോന്നിയായി ജീവിക്കുകയും അല്ലാഹുവിനെ ധിക്കരിക്കുകയും ദൈവികമായ നിയമങ്ങളെ അവഗണിക്കുകയും ചെയ്ത് സത്യനിഷേധികളായ ആളുകളുടെ മരണം അത് ഭീകരമായി, അത് ആ മരണവേളയിൽ സത്യനിഷേധികളുടെ വിലാപങ്ങൾ ആത്മാവിനെ അല്ലാഹു കഠിനമായ രൂപത്തിലായിരിക്കും പുറത്തു കൊണ്ടുവരിക. ആ സമയത്ത് അട്ടഹാസങ്ങൾ, വിലാപങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ആ ചീത്തയായ മോശപ്പെട്ട ആത്മാവിനെ പിടികൂടുന്നതിന്റെ രംഗം എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മരണം തൊണ്ടക്കുയിൽ എത്തുമ്പോൾ റാഹത്തായ നല്ല മരണം വരിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക റഹ്മാനേ. അല്ലാഹുവേ, ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് ആരാണ് റബ്ബെന്നും ആരാണ് പ്രവാചകനെന്നും എന്താണ് ഖുർആനെന്നും ആരാണ് എൻ്റെ ഇമാമെന്ന് എല്ലാം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാൻ ഭാഗ്യം ലഭിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കണം റഹ്മാനെ. അതിനനുസൃതമായ ദീനിയായ ജീവിതവും അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുമെല്ലാം ജീവിതത്തിൽ പാലിച്ച് ഖുർആനികമായ ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുമെല്ലാം ഒരാളെയും വേദനിപ്പിക്കാതെ നല്ല ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട്, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ വേദനകൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ മായ്ച്ചു കളയുകയും പകരം സ്വർഗം നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. കടങ്ങൾ കൊണ്ടും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരും അവരുടെ പ്രയാസങ്ങളെ നല്ല രീതിയിൽ ആ കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കുവാനുള്ള ഒരു മാർഗം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ.